ബ്രിഗേഡിയർ വേണുനായർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ വേണുനായർ, ഇതൊരു പരിശോധനയ്ക്കിടയിലുണ്ടായ ഒരു സ്ഫോടനം എന്നതാണ് ഇതുവരെയുള്ള നിഗമനം. പക്ഷേ 2-3 സാധ്യതകൾ തള്ളിക്കളയാൻ കഴിയില്ലല്ലോ. ഒന്ന്, ഈ നൗഗാം പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലാണ് ജെയ്ഷെ മുഹമ്മദിൻ്റെ ചില പോസ്റ്ററുകൾ ഒട്ടിച്ചു എന്ന് കണ്ടെത്തുന്നു. അത് പതിച്ചതായി കണ്ടെത്തുന്നതിനെ തുടർന്നാണ് അവിടുത്തെ SHO പരിശോധനകൾ നടക്കുന്നത്. ഒടുവിലാണ് ഡോക്ടർമാർ പിടിയിലാവുന്നത്. പിന്നീടാണ് ചെങ്കോട്ട സ്ഫോടനം സംഭവിക്കുന്നത്. ഒടുവിൽ ഇപ്പോൾ ഈ അമോണിയം നൈട്രേറ്റ് പൊട്ടിത്തിരിച്ചുള്ള അപകടം. നമുക്ക് ഇതിലൊരു അട്ടിമറി സാധ്യത തള്ളിക്കളയാൻ കഴിയുമോ? കാരണം വലിയ തരത്തിലുള്ള ഗൂഢാലോചന ഈ സംഭവങ്ങൾക്കെല്ലാം പിന്നിൽ ഒരു ചെയിനായി സംഭവിക്കാനുള്ള സാധ്യത അന്വേഷണ ഉദ്യോഗസ്ഥർ തള്ളിക്കളഞ്ഞിട്ടില്ല. ഇതിന്റെ പല സാധ്യതകളുണ്ട്. ആദ്യമായിട്ട് നമുക്ക് ഇന്ന് രാവിലെ ഈ ഒരു ദുഃഖവാർത്ത കേട്ടത് വളരെ രാവിലെയാണ് കേൾക്കുന്നത്. ഇന്നലെ രാത്രി 11:30 ഇത് സംഭവിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ നൗഗാം എന്ന് പറയുന്ന സ്ഥലം ശ്രീനഗറിൽ നിന്ന് വളരെ ദൂരമില്ല. നൗഗാം സെക്ടർ എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ 91-96 കാലങ്ങളിൽ അവിടെ ലഫ്റ്റനന്റ് കേണൽ റാങ്കുകളിൽ ഇരുന്നപ്പോൾ ഈ നൗഗാം സെക്ടർ എന്ന് പറയുന്നത് കൊണ്ട് ഞങ്ങൾ ഈ കാശ്മീരിനെ പല സെക്ടറുകളായിട്ട് വിഭജിച്ചാണ് സെക്യൂരിറ്റി ഫോഴ്സിനെ വിന്യസിച്ചിട്ടുള്ളത്. അതിൻ്റെ ഇടയിൽ അതിന്റെ എലിമെന്ററി പോലീസ് സെക്ടേഴ്സ് ആണ്. അവിടെ BSF സെക്ടറൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ആർമി ബ്രിഗേഡ് അതിന്റെ മുമ്പിൽ LCയിലുണ്ട് എന്നൊക്കെ എനിക്ക് പരിചയമുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഈ ഇൻസിഡൻസിന്റെ തുടക്കം നിങ്ങൾ പറഞ്ഞതുപോലെ നൗഗാമിലെ ഈ പോലീസ് സ്റ്റേഷൻ ഏരിയയിൽ വരുന്ന സ്ഥലത്ത് ജെയ്ഷെ മുഹമ്മദിന്റെ ഒരു പോസ്റ്റർ എടുത്തു നിൽക്കുന്ന ടൈമിന്റെ ഒരു SSCയുടെ നിരീക്ഷണത്തിൽ വന്ന് അങ്ങനെ അവിടെ നിന്നാണ് അതിന്റെ തുടക്കം. അങ്ങനെയാണ് ഈ നമ്മുടെ NCR റീജിയനിലൊക്കെ വന്ന് ഈ 2000 അത്രയും അമ്യൂണിഷൻ എല്ലാം എക്സ്പ്ലോസീവ് പിടിച്ചെടുക്കുന്നത്. അത് അമോണിയം നൈട്രേറ്റ് ആണെന്നാണ് ഇപ്പോഴുള്ള വാർത്തകളെല്ലാം നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതിന്റെ തുടക്കവും അത് സീസ് ചെയ്തതും JNK പോലീസ് ആയതുകൊണ്ട് അവരത് തിരിച്ചു കൊണ്ടുപോയി എന്നാണ് തിരിച്ചു കൊണ്ടുപോയല്ലോ. ഇപ്പോൾ അവിടെ നൗഗാം പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നു എന്ന് വരെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സാധാരണ ഈ എക്സ്പ്ലോസീവ് ഹാൻഡിലിങ്ങിന് അതിൻ്റെതായ പല നിയമങ്ങളും സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സും ഒക്കെ ഉണ്ട്. ഇപ്പൊ ഞങ്ങൾ ആർമിയിലാണെങ്കിൽ തന്നെ ഞങ്ങളുടെ കയ്യിൽ റെഡി ടു മെയ്ഡ് എക്സ്പ്ലോസീവ് അല്ല, ഞങ്ങൾ ഉപയോഗിക്കുന്ന റൈഫിൾസിന്റെയും ഗ്രനേഡും ഒക്കെ വയ്ക്കുന്ന ഓൺ വെപ്പൺ സെയിൽസ് ഉണ്ട്. അമ്യൂണിഷൻ പീസ് ടൈമിലോ അല്ലെ നമുക്ക് യുദ്ധത്തിലല്ലാത്ത രീതിയിൽ ഇരിക്കുമ്പോൾ വെപ്പണും ഈ അതിനുള്ള ഈ ഷെല്ലും ഇല്ലെങ്കിൽ കാർട്ടേജസും എല്ലാം നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവണമല്ലോ. അത് വയ്ക്കാനുള്ളതിന് ഞങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻ ഉണ്ട്. അപ്പൊ യൂണിറ്റ് ലെവലിലാണെങ്കിൽ ഓൺ വെപ്പൺ, യൂണിറ്റ് റിസർവ് എന്നൊക്കെ പറയുന്ന സാധനങ്ങളിലുള്ള കാർട്രിഡ്ജസും ഗ്രനേഡും ചില എക്സ്പ്ലോസീവ് ഒക്കെ വയ്ക്കാൻ ഞങ്ങളുടെ കോപ്സ് എന്ന് പറയുന്ന ഒരു സ്ഥലം വെപ്പൺ വയ്ക്കുന്ന സ്ഥലമുണ്ട്. അതിന് പ്രത്യേക സ്പെസിഫിക്കേഷൻസ് ഉണ്ട്. ഇതിനെ പല കാറ്റഗറീസ് ആയിട്ടാണ് ഓരോ എക്സ്പ്ലോസീവിനെയും തിരിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഷെൽസ് ആൻഡ് റോക്കറ്റ്സിന്, മൈൻസ്, അതിനൊക്കെ വയ്ക്കാനുള്ള ഒരു മുറിയിൽ എത്ര വയ്ക്കാം, എത്ര ഡിസ്റ്റൻസ് ഉണ്ടാവണം, എന്താണ് അതിന്റെ എക്സ്പ്ലോഷൻ ഉണ്ടാവുന്നതിന് എന്തെങ്കിലും ഉണ്ടായാൽ എങ്ങനെയാണ് അതിന് സെപ്പറേറ്റ് ഈ മഡ് വാളുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരിടത്ത് ഉണ്ടായാൽ അവിടെ റെസ്ട്രിക്ട് ചെയ്യുന്ന വേണ്ടിയുള്ളൂ. അതൊക്കെ പീസ് ടൈം അല്ല വാർ ശ്രീനഗർ വാലി ഏരിയയിലും ആർമി ഡിപ്ലോയ് ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ ഉള്ള അനുഭവങ്ങളാണ് എനിക്കുള്ളത്. അപ്പോൾ അതിന് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഓർഡേഴ്സാണ് ഉള്ളത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ടിരിക്കുന്നത് എക്സ്പ്ലോസീവ് ആണ്. ഒരു എക്സ്പ്ലോസീവിന് അതിന്റെ സ്ഫോടക ശക്തി കിട്ടണമെങ്കിൽ ഞാൻ ഈ ചാനലിൽ തന്നെ പണ്ടും പറഞ്ഞിട്ടുണ്ട്, ഒരു ഡിറ്റനേഷൻ ട്രെയിൻ ഉണ്ടാവണം. അത് ഇനീഷ്യേറ്റ് ചെയ്യാൻ ഒരു ഡിറ്റനേഷൻ ഉണ്ടാവണം. എന്നാലാണ് ഈ സ്ഫോടകം പെട്ടെന്ന് അങ്ങോട്ട് ഗ്യാസിയസ് ആയിട്ട് ഉണ്ടാവുന്ന ഇതാണ് എക്സ്പ്ലോഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ അമോണിയം നൈട്രേറ്റ് NH2SO4 എന്നാണല്ലോ എന്നാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ പഴയ സയൻസ് ബാക്ക്ഗ്രൗണ്ട് വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ അതിൽ നിന്ന് ഓക്സിജനും ഹൈഡ്രജനും പെട്ടെന്നുണ്ടാകുന്നു. അതാണ്. അപ്പോൾ ഇവിടുന്ന് ഈ യാത്രയിൽ വരെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. പക്ഷെ ഈ 2900 ഒരു 3 ടൺ വരെയുള്ള എക്സ്പ്ലോസീവ് അവിടെ ഈ പോലീസ് സ്റ്റേഷനിൽ വച്ചു എന്നൊക്കെ എക്സ്പേർട്ടുകൾ കൂടെ ഉള്ള അതിന്റെ ഫോറൻസിക് നിരീക്ഷണങ്ങളൊക്കെയാണ് നടക്കുന്ന രീതിയിൽ ആ രീതിയിൽ
ആ ഒരു പ്രോസസ്സ് നടക്കുമ്പോൾ അപ്പോൾ റവന്യൂ ഓഫീഷ്യൽസ് ഉണ്ടാവും, പോലീസുകാരുണ്ടായിരുന്നു. ഈ സമയത്താണ് ഇതുണ്ടായതെന്നാണ് ഒരു നാച്ചുറൽ വേ അതായിരിക്കാനാണ് സാധ്യത. അതുകൊണ്ടാണ് അവിടുത്തെ ബ്രിഗേഡിയർ വേണുനായർ ഇപ്പോൾ ഈ ജമ്മു കാശ്മീർ ഡിജിയുടെ ചില വിശദീകരണം വരുന്നുണ്ട്. അദ്ദേഹം ഭീകരവാദിത സാധ്യത തള്ളിക്കളയുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ പോലീസിന്റെ ഒരു നീക്കത്തിന് പിന്നിൽ എന്താണെന്ന് അറിയില്ല. പക്ഷേ ഈ സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്തം ഈ ലഷ്കർ ഇ തോയ്ബയുടെയും മറ്റും ഒരു നിഴൽ സംഘടന ഏറ്റെടുത്തു എന്ന ചില അനൗദ്യോഗിക വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. എന്തായാലും സർക്കാർ, അതായത് ജമ്മു കാശ്മീർ പോലീസ് ഇതൊരു ഭീകര ഇടപെടലായിരുന്നു എന്ന സാധ്യത തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ശരിയാണ് പറഞ്ഞത്. യെസ്, എന്തായാലും വളരെ നന്ദി ശ്രീ വേണുനായർ സംസാരിച്ചതിന്. മിഥുൻ, ജമ്മു കാശ്മീർ DGPയുടെ ചില വിശദീകരണങ്ങൾ പുറത്തു വരുന്നതിൽ ഈ ഭീകരവാദ സാധ്യത അദ്ദേഹം തള്ളിക്കളയുകയാണോ? തീർച്ചയായും അങ്ങനെ തന്നെയാണ് ഒരു പ്രതികരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റു ഊഹാപോഹങ്ങളൊന്നും വേണ്ട എന്നുള്ളതാണ്. അതായത് ഇത് കഴിഞ്ഞ ദിവസം കൂടുതൽ സബ്സ്റ്റൻസുകൾ ഇതിന്റെ ഭാഗമായി അന്വേഷണത്തിന്റെ ഭാഗമായി പിടിച്ചെടുത്തിരുന്നു. അവ കൃത്യമായി സുരക്ഷിതമായി സൂക്ഷിച്ചു വെക്കുകയായിരുന്നു. ഇത് സാമ്പിള് അടക്കം പരിശോധിക്കുന്നതിന് വേണ്ടി അയക്കുകയും ചെയ്തു. കൂടുതൽ പരിശോധനയുടെ ഭാഗമായാണ് കഴിഞ്ഞ ദിവസം വിദഗ്ധ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു അന്വേഷണം അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരിശോധനകൾ നടത്തിയത്. രാത്രി 11:20 ഈ സമയത്ത് ഒരു അപകടം ഉണ്ടാവുകയായിരുന്നു. ഒരു ആക്സിഡന്റൽ ബ്ലാസ്റ്റ് തന്നെയാണ് ഉണ്ടായത് എന്നാണ് DGP ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഇതിൽ 4 പോലീസ് ഉദ്യോഗസ്ഥർ, അതിലൊരു SI ഉണ്ട്, ഒപ്പം തന്നെ 2 ക്രൈം ഫോട്ടോഗ്രാഫർ, ഒപ്പം തന്നെ ഒരു തയ്യൽക്കാരൻ ഉൾപ്പെടെയുള്ളവർ ഈ ഒരു ബ്ലാസ്റ്റിൽ കൊല്ലപ്പെട്ടതായിട്ടുള്ള വിവരങ്ങളാണ് ഇപ്പോൾ DGP പങ്കുവെക്കുന്നത്. അങ്ങനെ 9 പേർ ബ്ലാസ്റ്റിൽ മരണപ്പെട്ടിരിക്കുന്നു. അത് 27 പോലീസുകാർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഇതിൽ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്കും പരിക്കേറ്റിട്ടുണ്ട്. നിരവധി വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. സമീപത്തെ വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. പോലീസ് സ്റ്റേഷൻ പൂർണ്ണമായും അത് തകർന്നിറക്കിലേക്ക് പോവുകയും ചെയ്തു. അത്തരത്തിലുള്ള മറുപടികൾ മാത്രമാണ് ഈ ഒരു സംഭവത്തെക്കുറിച്ച് ഇപ്പോൾ DGP വ്യക്തമാക്കിയിരിക്കുന്നത്. മറ്റൊരു ഭീകര ആക്രമണമോ അങ്ങനെ ഒരു തരത്തിലുമുള്ള സാധ്യത ഇല്ല എന്ന് തന്നെയാണ് DGP ഇപ്പോൾ പങ്കുവെക്കുന്നത്. അത് പൂർണ്ണമായും തള്ളിക്കളയുന്നു. ഒരു ആക്സിഡന്റൽ ബ്ലാസ്റ്റ് മാത്രമായാണ് ഇവർ അതിനെ കണക്കാക്കുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഇങ്ങനെയാണോ കൈകാര്യം ചെയ്യേണ്ടത്? ഇത്രയും വലിയ സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്തതാണ്. രാജ്യത്തുടനീളം അതൊരു സ്ഫോടന പരമ്പര എന്ന രീതിയിൽ ഈ സംഘം ആസൂത്രണം ചെയ്തതാണ്. അത് തടയിട്ടതിന് ശേഷം അത് പിടിച്ചെടുത്ത് കൃത്യമായി അന്വേഷണ സംഘം അത് പോലീസിന് കൈമാറുകയും ചെയ്തതാണ്. അവ പരിശോധിക്കുമ്പോൾ അല്ലെങ്കിൽ അവ സൂക്ഷിച്ചു വെക്കുമ്പോൾ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കുമ്പോൾ ഇങ്ങനെയാണോ ഒരു പരിശോധനയിൽ ഈ രീതിയിലാണോ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതെന്ന സ്വാഭാവികമായിട്ടുള്ളൊരു ചോദ്യം മറുവശത്ത് ഉയർന്നു വരുന്നു. ഒരു വലിയ സുരക്ഷാ വീഴ്ച ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് DGPയുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ DGPയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അത്രത്തോളം ലാഘവത്തോടു കൂടിയാണോ ഈ ഒരു കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ മറ്റൊരു ആക്രമണങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. മറ്റ് സാധ്യതകളെല്ലാം തന്നെ പൂർണ്ണമായും DGP തള്ളിക്കളയുന്നു. ഇതൊരു ആക്സിഡന്റൽ ബ്ലാസ്റ്റ് മാത്രമാണ്. സ്വാഭാവികമായും ഉണ്ടായ പരിശോധനയ്ക്കിടെ ഉണ്ടായിട്ടുള്ള ഒരു ബ്ലാസ്റ്റ് മാത്രമായി തന്നെയാണ് ഇപ്പോൾ DGP കൂടി പറഞ്ഞു വെക്കുന്നത്. സൈത, ഒരുപക്ഷെ പോലീസ് സ്റ്റേഷന് നേരെ ഒരു തീവ്രവാദി ആക്രമണം ഉണ്ടായി എന്ന വാർത്തയൊക്കെ വലിയ തരത്തിൽ ആഘാതമുണ്ടാക്കുന്നതാണ്, പ്രത്യേകിച്ച് നമ്മുടെ അന്വേഷണ ഏജൻസികൾക്ക്. ഇതിനിടയിലാണല്ലോ മിഥുൻ ഇതിന് ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ചില സമാന്തര സംഘടനകൾ രംഗത്ത് വന്നു ചില അനൗദ്യോഗിക റിപ്പോർട്ടുകളുണ്ട്. ഒരുപക്ഷെ അതിന് സ്ഥിരീകരണം ആവശ്യമാണ്. അങ്ങനെയെങ്കിൽ ഇതൊരു സാധ്യതയായി ഈ തീവ്രവാദ പ്രവർത്തനം നടത്തുന്ന അവർ ഉപയോഗിക്കുന്നു എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ. രണ്ടാമത്തെ ഒരു കാര്യം ഒന്ന് നോക്കുക. ഈ സംഭവങ്ങളുടെ ആദ്യം ഉണ്ടാവുന്നത് ജെയ്ഷെ മുഹമ്മദ് അനുകൂല പോസ്റ്ററുകൾ ഈ നൗഗാം സെക്ടറിൽ ഈ പോലീസ് സ്റ്റേഷന് സമീപത്ത് പതിച്ചതുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ സമാന്തരമായ ഒരു ചെയിൻ ശൃംഖല ഇക്കാര്യത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരുന്നു. അതിൻ്റെ ഒടുക്കമാണ് നമ്മൾ കണ്ട ഈ ചെങ്കോട്ടയിലും ഒടുവിൽ ഇപ്പോൾ ഈ പൊട്ടിത്തെറിയുമൊക്കെ എന്ന് കരുതേണ്ടി വരില്ലേ? തീർച്ചയായും സൈത്ത്, അതായത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ നൗഗാമിൽ നിന്നാണ് ഈ ഒരു കേസിന്റെ തുടക്കം എന്ന് പറയുന്നത്. അവിടെ നിന്ന് അന്വേഷിച്ച് ആണ് ഈ ഡോക്ടർമാരുടെ സംഘത്തിലേക്കും ഒപ്പം തന്നെ ഈ വലിയ ഒരു ആസൂത്രണം ഇവരുടെ ഭാഗത്തു നിന്ന്, വലിയ ഗൂഢാലോചന ഇവരുടെ ഭാഗത്തു നിന്ന് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കേന്ദ്രീകരിച്ച് സ്ഫോടന പരമ്പരകൾ നടത്താനുള്ള ഒരു നീക്കം നടക്കുന്നു എന്നുള്ള കൃത്യമായ വിവരം ഈ അന്വേഷണ സംഘങ്ങൾ കണ്ടെത്തുന്നത്. പ്രത്യേകിച്ച് ജമ്മു കാശ്മീർ പോലീസാണ് ഇതിന്റെ ആദ്യം തുടക്കത്തിലെ അന്വേഷണം നടത്തുന്നത്. അവരാണ് ഫരീദാബാദിലെത്തി അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരുമായും ഒപ്പം തന്നെ സേനാ വിഭാഗങ്ങളുടെയും ഭാഗമായി നടത്തിയ അന്വേഷണത്തിലാണ് ഈ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തുകയും ചെയ്യുന്നത്. ഇതിന്റെ ഭാഗമായി ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ
നൗഗാമിലെ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ സ്ഫോടനത്തിന് ശേഷം ഈ ജെയ്ഷെ മുഹമ്മദിൻ്റെ ചില നിഴൽ സംഘടനകൾ ഇത് ഏറ്റെടുത്ത് രംഗത്ത് വരുന്നുണ്ട്. അവരാണ് ഇത് ചെയ്ത് ഈ സ്ഫോടനത്തിന് പിന്നിൽ അവരാണ് എന്ന തരത്തിലുള്ള ചില അവകാശവാദങ്ങളുമായി അവർ രംഗത്ത് വരികയും ചെയ്യുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ DGP വ്യക്തമാക്കുന്നത് ഒരു തരത്തിലുമുള്ള ഭീകരാക്രമണം ഉണ്ടായിട്ടില്ല, മറ്റ് ശ്രമങ്ങളോ ഇതുമായി ബന്ധപ്പെട്ടില്ല. ആ അഭ്യൂഹങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും അവർ തള്ളിക്കളഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നത് പരിശോധനയ്ക്കിടെ ഉണ്ടായിട്ടുള്ള ഒരു സുരക്ഷാ വീഴ്ചയുടെ ഭാഗമായി ഉണ്ടായ ഒരു സ്ഫോടനമായി തന്നെയാണ് അവർ ഇതിനെ കണക്കാക്കുകയും ചെയ്തത്. എന്തായാലും ഈ നൗഗാമിൽ പ്രത്യേകിച്ച് നമുക്കറിയാം ജമ്മു കാശ്മീരിൽ പല രീതിയിലുമുള്ള നുഴഞ്ഞുകയറ്റ ശ്രമങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പലയിടങ്ങളിലും സൈന്യവുമായി ഏറ്റുമുട്ടൽ നടക്കുന്നുണ്ട്, പലയിടങ്ങളിലും വെടിവെച്ച് കേൾക്കുന്നുണ്ട്. ഇതിനിടയിലാണ് ഈ ജെയ്ഷെ മുഹമ്മദിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു ഭീഷണി രീതിയിലുള്ള ചില പ്രതികരണങ്ങൾ വരുന്നത്. കഴിഞ്ഞ മാസം തന്നെ ഈ പഹൽഗാമിന് പിന്നാലെ ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ ഇത്തരത്തിൽ ജെയ്ഷെ മുഹമ്മദ് ഭീകരന്മാരിൽ പ്രധാനികളായിട്ടുള്ള ചില ആളുകളുടെ പ്രതികരണങ്ങൾ വന്നത് തങ്ങൾ വനിതാ ചാവേറുകളെ മുന്നിൽ നിർത്താൻ പോകുന്നു, ഞങ്ങളുടെ വനിതാ സംഘടന ഇനി കൂടുതൽ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങുകയാണ് എന്ന രീതിയിലുള്ള ചില പ്രതികരണങ്ങൾ വരുന്നു. അതിന് റിക്രൂട്ട്മെന്റ് ആരംഭിച്ചിരിക്കുന്നു എന്നുള്ള വളരെ സുപ്രധാനമായിട്ടുള്ള വിവരങ്ങൾ. ഒപ്പം തന്നെ കാത്തിരുന്നോളൂ, ഇനി വരാൻ പോകുന്നത് ഇന്ത്യയിലെ പലയിടങ്ങളിലും ഞങ്ങൾ വ്യാപകമായ രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്താൻ പദ്ധതിയിടുന്നു. ഇതൊരു തുടക്കം മാത്രമാണ്. ഈ തരത്തിൽ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി ഞങ്ങളുടെ പ്രധാനപ്പെട്ട നേതാവിൻ്റെ മസൂദ് അസറിൻ്റെ അടക്കമുള്ള കുടുംബാംഗങ്ങൾ പലരും കൊല്ലപ്പെടുന്ന സ്ഥിതിവിശേഷമുണ്ടായി. ഒപ്പം തന്നെ നിരവധി നാശനഷ്ടങ്ങൾ ഇന്ത്യയുടെ സേനാവിഭാഗങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി. അതിനുള്ള ഒരു തിരിച്ചടി എന്ന രീതിയിൽ വ്യാപകമായ ആക്രമണങ്ങൾ ഉണ്ടാകുമെന്നുള്ള സൂചന അല്ലെങ്കിൽ അത്തരത്തിലൊരു ഭീഷണി ഈ ജെയ്ഷെ മുഹമ്മദ് ഭീകരരുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ അവരുടെ വാക്കുകളിൽ നിന്ന് പ്രകടമാവുകയും ചെയ്ത് നമ്മൾ കാണുകയും ചെയ്തതാണ്. അതിനോടുകൂടിയാണ് പാകിസ്ഥാൻ അടക്കം ഇങ്ങനെ ഒരു ആക്രമണം നടത്തുന്നില്ല എന്ന് നിരവധി തവണ അവകാശവാദം ഉന്നയിക്കുമ്പോഴായിരുന്നു ജെയ്ഷെ മുഹമ്മദ് തന്നെ അത് സ്ഥിരീകരിച്ചുകൊണ്ട് ഇങ്ങനെ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി പാകിസ്ഥാന്റെ വിവിധയിടങ്ങളിൽ ജെയ്ഷെ മുഹമ്മദിന്റെ ഭീകര താവളങ്ങൾ കേന്ദ്രീകരിച്ച് ആക്രമണം നടത്തിയെന്ന സ്ഥിരീകരണം അവർ തന്നെ നടത്തുന്നത്. അതിനുശേഷമാണ് ഈ ഒരു പദ്ധതി ഇവർ ആസൂത്രണം ചെയ്യുന്നത്. അതും ഇന്ത്യയിലെ പ്രൊഫഷണലുകളായിട്ടുള്ള ഡോക്ടർമാർ കേന്ദ്രീകരിച്ചൊരു സംഘം രൂപപ്പെടുത്തുന്നു. അതും കാലങ്ങളായി അവർ ഇതിൻ്റെ ഭാഗമായി പലയിടങ്ങളിലും ഇത്തരത്തിൽ വെച്ച് ഗൂഢാലോചന നടത്തുന്നു. ആദ്യം തുടക്കം അനന്തനാഗ് ഹോസ്പിറ്റലിലാണ് ഇതിൻ്റെ ആദ്യഘട്ട ഗൂഢാലോചനകൾ നടത്തുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഒരു ഡോക്ടർ കൂടി പിടിയിലായിട്ടുണ്ട് എന്നുള്ള സുപ്രധാന വിവരങ്ങൾ കൂടി അന്വേഷണ സംഘം പങ്കുവെക്കുന്നുണ്ട്. അതും ഇത്തരത്തിൽ ഇന്ത്യയിൽ നിന്ന് ഒരു ഡോക്ടർ കൂടിയാണ് ഈ അറസ്റ്റിലാകുന്നത്. അതും ഒരു സർജൻ, അതും പത്താൻകോട്ടിൽ നിന്ന് ഇയാളെ ഇന്ന് രാവിലെയോടുകൂടി അറസ്റ്റ് ചെയ്തതായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്.